ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ അവിടേക്ക് വന്ന് എന്നെ പിക്ക് ചെയ്ത് നമ്മൾ രണ്ടാളും കൂടെ പോകുന്നത് മാടായിക്കാവിലേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 6 മണിയൊക്കെ നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം പകുതിയൊക്കെ എത്തിയപ്പോഴേക്കും നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ മാടായിക്കാവിൽ എത്തുമ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. ഉൾഭാഗത്തായിരുന്നു കേട്ടോ തിരക്ക്, പുറത്തധികം തിരക്കില്ലായിരുന്നു. കാരണം അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചുറ്റുവട്ടം. അധികം കടകളൊന്നുമില്ല, 2-3 കടകൾ മാത്രമേ ഉള്ളൂ ഫാൻസി ബലൂൺ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത്. അപ്പോൾ പുറത്തുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഉള്ളിലെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ നമുക്കില്ല കേട്ടോ. അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 2-3 പൂജയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രസാദം കിട്ടണമെങ്കിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, എന്തായാലും പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് പോവാം എന്നുള്ളത്. എങ്കിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ അവർ പറഞ്ഞത് പ്രസാദമൊന്നും റെഡി ആയിട്ടില്ല, 2-3 മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. പിന്നെ നമ്മളങ്ങനെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആണുങ്ങളാണെങ്കിലും മുണ്ടൊക്കെ ഉടുക്കണം, പാൻറ് ഇടാൻ പാടില്ല. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി അറിയാതെ പാൻറ് ഇട്ടിട്ട് പോയ ആൾക്കാർക്കാണെങ്കിൽ ഇവർ ഫ്രീ ആയിട്ട് മുണ്ടുടുക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈം ഉടുത്തിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതൊരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ ജയഭാരതിയിലേക്കായിരുന്നു. അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ നമ്മളൊന്നും കഴിക്കാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള വഴി. കുറേ കുന്നൊക്കെ ഇറങ്ങി വരാനുണ്ട്. പിന്നെ കുറേ റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് കേട്ടോ വീട് വരുന്നത്. ഈ ഒരു വീടിന് ഏകദേശം 85 വർഷമൊക്കെ പഴക്കമുണ്ട്. എൻ്റെ അമ്മമ്മയൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്ന വീടാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു മച്ചൊക്കെ വെച്ചിട്ടുള്ള വീടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്നത് പശുവിൻ്റെ ആലയാണ് കേട്ടോ, തൊഴുത്ത് എന്നൊക്കെ പറയുക അതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ അപ്പത്തിൻ്റെ കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ കുറ്റിയിടൽ ചടങ്ങാണ് നാളെ വരുന്നത്. അപ്പോൾ അതിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കൂട്ടൊക്കെ കൂട്ടി വെച്ചിട്ട് അമ്മ റെസ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എത്തിയതിന് ശേഷം അമ്മ അപ്പം ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പം ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഉണ്ണിയപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.